ഞങ്ങളുടെ സമരം ഇന്ന് 24ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 24 ദിവസം ഒരു PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ഒരു സമരത്തിലേക്ക് ഇറങ്ങി മാസങ്ങൾ തെരുവിൽ കിടക്കണമെന്നുള്ള ഒരു പുതിയ അറിവ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. സത്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ഒരു പരാമർശം നടത്തുകയുണ്ടായി. 6 പ്രാവശ്യം ഞങ്ങളുമായി ചർച്ച നടത്തിയെന്ന്. 24 ദിവസം ഞങ്ങളിവിടെ സമരം ചെയ്തിട്ടും എന്തിനാണ് സമരം ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ മറ്റെന്ത് പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്നോ ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കാതെ അല്ലെങ്കിൽ ഞങ്ങളെ അങ്ങോട്ട് വിളിപ്പിക്കാതെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത് ഈ പൊതുജനങ്ങളെ പറ്റിക്കാനാണോ എന്നുള്ള ഒരു ചോദ്യം കൂടെയാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ ഞങ്ങൾ 10 ദിവസം ഇവിടെ കഠിനമായ സമരമുറകൾ നടത്തി 10ാമത്തെ ദിവസം അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. ഇതിന് എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നറിയാനായിട്ട് മാധ്യമങ്ങൾ ചോദിച്ചു, എന്ത് നിലപാടാണ് താങ്കൾക്ക്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അനുഭവപൂർവമായി അവരെ കാണുന്നു, അതുപോലെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടും, കൃത്യമായ ഒരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കുമെന്നുള്ളൊക്കെ മാധ്യമങ്ങളിൽ പറയുകയും തുടർന്ന് ഞങ്ങൾ മിനിസ്റ്ററെ കാണുകയാണ് ഉണ്ടായത്. ഞങ്ങൾ അങ്ങ് ചെന്ന് അദ്ദേഹത്തെ കണ്ടതാണ്, ചർച്ചയ്ക്ക് വിളിച്ചതല്ല. ഞങ്ങൾ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുമില്ല. അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാം എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അന്ന് നമുക്ക് തന്ന ഒരു വാഗ്ദാനമാണ് നമ്മൾ ഇന്ന് ഉന്നയിക്കുന്ന റേഷ്യോ കുറച്ച് അധ്യാപകരെ പുനർവിന്യസിക്കുക എന്നുള്ള അത് പ്രപ്പോസലായി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കി തരുമെന്നുള്ള ഒരു വിഷയം. അതിനായിട്ട് ആദ്യം നടപ്പിൽ വരുത്തേണ്ടത് ഒരു പ്രപ്പോസൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും 15 ദിവസം 16 ദിവസം പിന്നിട്ടിട്ടും നടന്നില്ല എന്നുള്ളത് ഞങ്ങൾ തിരക്കിയപ്പോൾ അറിഞ്ഞപ്പോൾ ഇത് എന്താണെന്ന് അറിയാനായിട്ട്, ഇനി ഇതിലെന്ത് നിലപാടാണ് ഇനി മന്ത്രി സ്വീകരിക്കുക എന്നറിയാനായിട്ട് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയുണ്ടായി. അത് പാസ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറിയതാണ്, ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചതല്ല. അവിടെ ചെന്നപ്പോൾ ഇത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ വിളിച്ച് മന്ത്രി ഒരു മണിക്കൂർ ചർച്ച നടത്തി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ഇവരെയൊക്കെ അവിടെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനമാണ് മന്ത്രി എടുക്കുക എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് 2 മാസം സമയം തരണം. അപ്പോഴും ഈ കാര്യം ഉറപ്പ് പറയുന്നില്ല. ഇതിൽ എന്ത് മൂവ്മെന്റ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നില്ല. ഇവർ പറയുന്നത് ഇത് നിങ്ങൾക്ക് കിട്ടിയാൽ ഗുണം ചെയ്യില്ല, ഈ പറയുന്ന റേഷ്യോ കിട്ടിയാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ആ ഗുണം ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണോ ഞങ്ങൾ 24 ദിവസം ഇവിടെ രാത്രിയും പകലുമായിട്ട് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന്, അതുപോലെ ഗർഭിണിയായ സ്ത്രീകൾ വന്ന്, രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത്? ഞങ്ങൾക്ക് ഈ സമരമുഖത്ത് അല്ലെങ്കിൽ ഈ റോട്ടിൽ കിടക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ ഇവിടെ വന്ന് കിടക്കുന്നത്? കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരാതെ ഈ മാധ്യമങ്ങളെയും അതുപോലെ പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ എല്ലാ മാധ്യമങ്ങൾക്കും നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് വാസ്തവവിരുദ്ധമാണ്, തെറ്റാണ്. ഞങ്ങൾ അന്ന് തന്നെ അപ്പം തന്നെ മന്ത്രിയോട് പറഞ്ഞു, ഇത് നടക്കില്ല, ഈ 2 മാസം എന്നുള്ളത് ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ 2 മാസമാണെങ്കിലും ഇനിയിപ്പോൾ 3 മാസമാണ്, നിങ്ങൾ ഒരു വർഷം നിങ്ങൾ ഇതിനെ സമയമെടുത്താലും ഞങ്ങൾ ഇവിടെ സമരമുഖത്ത് തുടരുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഈ നീതി കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്മാറുകയുള്ളൂ. അപ്പോൾ അവരുടെ ആഗ്രഹം ഈ 2 മാസം ഞങ്ങളെ തെരുവിൽ കിടത്തണമെന്നാണോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരാഴ്ച കൊണ്ട് തീരുമാനമെടുക്കേണ്ട ഒരു വിഷയം, ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ 11,000 വരുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം അവർക്കൊരു വിഷയമല്ല. അതേ സമയത്ത് തന്നെ ഈ കഴിഞ്ഞ 24-ാം തീയതി ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുകളുമായി ഒരു ധാരണയുണ്ടാക്കാനായിട്ട് ഒരു സർക്കുലർ ഇറക്കി തന്നെ ഒരു മീറ്റിംഗ് കൂടുകയുണ്ടായി. ചോദിക്കട്ടെ, ഇവിടെ സമരം ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് വോട്ട് കുത്തിയിട്ടില്ലേ? അല്ലെങ്കിൽ അവരോട് പ്രതിബദ്ധതയില്ലേ? സാധാരണ ജനങ്ങളോട് നിങ്ങൾക്ക് മറുപടി പറയാനില്ലേ? പൈസ തരുന്ന ആളുകളെ മാത്രമേ നിങ്ങൾക്ക് വേണ്ടോ? ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഇവിടെ കിടക്കുന്നത്.
അപ്പം ഞങ്ങൾ ഈ തെരുവിലിരുത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ മറുപടി ഞങ്ങളും പൊതുജനങ്ങളും, ഇത് പൊതുജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. പൊതുജനങ്ങളുടെ വിഷയമാണ്. ഓരോ വീട്ടിലും ഓരോ കുട്ടിയും ഇപ്പം പഠിക്കുന്നത് ഒരു വലിയ പ്രതീക്ഷയോടെയാണ്, ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. ആ ജോലി എന്നുള്ള ഒരു സ്വപ്നം കേരളത്തിൽ കിട്ടില്ല എന്നുള്ളത് പൊതുസമൂഹത്തിന് ഈ നിമിഷം ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ സിസ്റ്റത്തിലെ ഒരു മാറ്റമില്ലാതെ ഇനി ഒരു കുട്ടിയും, ഈ പഠിച്ച് പാസ്സാവുന്ന ഒരു കുട്ടിക്കും ജോലി എന്നുള്ള സ്വപ്നം കിട്ടില്ല. പറ്റുമെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നിങ്ങൾ ചെന്ന് കുടിയേറി പാർക്കുക. അപ്പം ഞങ്ങൾ ഇത് ശക്തമായിട്ട് സമരം തുടരുക തന്നെ ചെയ്യാം. നിരാഹാര സത്യാഗ്രഹം, മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹം CM-നെ കണ്ടതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ നിലപാടറിഞ്ഞതിന് ശേഷം ഇതിൽ കൈക്കൊള്ളുമെന്നുള്ള കാര്യം അറിയിക്കാനാണ് ഇന്ന് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടിയത്. ഇന്നലെയാണ് ആവശ്യപ്പെട്ടത്. 10ാമത്തെ ദിവസം സമരം അദ്ദേഹത്തെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ചോദിച്ചിരുന്നു എത്ര സമയം എടുക്കും സർ, ഇതൊരു പ്രപ്പോസൽ ആദ്യം നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യൂ, നിങ്ങൾ ആദ്യം ഒരു പ്രപ്പോസൽ CM-ന് കൊടുക്കൂ. അദ്ദേഹം തന്നെയല്ലേ ധനകാര്യമന്ത്രി, അതിന് ഉത്തരം പറയേണ്ടത് അദ്ദേഹമല്ലേ? അപ്പം ഇപ്പോൾ ഉള്ള പ്രശ്നത്തിന് അദ്ദേഹം നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല, ആദ്യം പ്രപ്പോസൽ അങ്ങോട്ട് പോകണം. അതിനകത്ത് ഈ പ്രപ്പോസൽ വെക്കാൻ എന്തുകൊണ്ട് കാലതാമസം? 15 ദിവസം ഒരു പേപ്പറിന്റെ മൂവ്മെന്റ് പോലും നടത്തിയിട്ടില്ല. അപ്പം ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതല്ലേ? ഒരാഴ്ച സമയം വേണ്ട ഒരു കാര്യത്തിന് എന്തിനാണ് ഈ 2 മാസം അവർ ചോദിച്ചത്? എന്തിനാണ് ഈ 15 ദിവസം? ഞങ്ങളിപ്പോൾ 24 ദിവസം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അല്ല, ഇത് ഞങ്ങൾ ഇന്നലെ പോവാനുള്ള കാരണം, ഞങ്ങൾ 16 ദിവസം ഇവിടെ ഇരുന്ന് 15 ദിവസം ഇതിൻ്റെ പുറകെ നടന്ന് പേപ്പർ വർക്ക് ഒന്നും നടന്നിട്ടില്ല. PS-നെ കാണാനായിട്ടാണ് നമുക്ക് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ മറുപടി ഞങ്ങളെ വളരെ തളർത്തുന്ന രീതിയിലായിരുന്നു. നിങ്ങൾക്ക് നിയമനം ഈ വർഷം കിട്ടില്ല, അടുത്ത വർഷം കിട്ടില്ല, ഞങ്ങളോട് ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പം ഞങ്ങൾക്ക് വാക്ക് തന്നത് മിനിസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കണം, എന്താണ് നിങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തന്നു, അതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ എന്ത് വർക്കാണ് ഇവിടെ, ഈ എന്ത് മൂവ്മെൻ്റ് ആണ് ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ളതെന്ന് അന്വേഷിക്കാനാണ് ഇന്നലെ ചെന്നത്. ഇല്ല, ചർച്ച നടത്തിയില്ല. മന്ത്രിയെ കണ്ടിരുന്നു, മന്ത്രിയോട് ഈ കാര്യം ചോദിച്ചു. അപ്പം മന്ത്രി റെസ്പോൺസ് ചെയ്തത് ഇങ്ങനെയാണ്, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കിതിൽ ഈ റേഷ്യോ കുറച്ചതുകൊണ്ട് ഒരു മെച്ചം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞങ്ങൾക്കിത് പഠിക്കാനായിട്ട് ഒരു 2 മാസം സമയം വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും കഴിഞ്ഞ സർക്കാരിൻ്റെ, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ പറയുന്ന ഇപ്പോൾ അധികാരത്തിലുള്ള ഈ മന്ത്രിസഭ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഈ നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ സമരവേദിയിൽ എത്തുകയും ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങളൊക്കെ ന്യായമാണെന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം നിന്നിട്ട് ഇപ്പം എന്തുകൊണ്ട് അവർ ഭരണത്തിലെത്തിയപ്പോൾ ഇങ്ങനെയുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. സമരം തീർച്ചയായും തുടരും. ഞങ്ങളുടെ ആവശ്യം റേഷ്യോ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു കാര്യത്തിലാണ് ഇത്രയും ഞങ്ങളെ നീട്ടി വലിപ്പിച്ച് ഇവിടെ കിടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ലിസ്റ്റിലുള്ള 80% ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരു നടപടി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഇവിടെ സമരം തുടരും. ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. കണ്ടതിന് ശേഷം നിരാഹാര സത്യാഗ്രഹം, മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്കിനി ജീവിക്കണമെങ്കിൽ ജോലി വേണം, ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഞങ്ങൾ എന്ത് ജോലിക്ക് പോകാനാ? ഞങ്ങൾ ഇനി നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ന്യായമായിട്ടുള്ള ഒരു മറുപടി തന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഈ സർക്കാർ ഇവിടെ നീതി തരാതെ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജന്തർ മന്ദറിൽ പോയിട്ട് ആ പ്രക്ഷോഭത്തിന് നിങ്ങൾ പിന്താങ്ങിയത്? എന്ത് ന്യായത്തിന് വേണ്ടി, എന്ത് നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ അവിടെ പോയി വിലപിച്ചത് എന്നുള്ള കാര്യം സ്വയം ചിന്തിച്ച് നോക്കുക. ഈ പറയുന്ന ഞങ്ങളുടെ ഈ കേരള ജനതയുടെ ഈ പൊതുസമൂഹത്തിൻ്റെ മറുപടി പറയേണ്ട സർക്കാർ തീർച്ചയായിട്ടും ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.